എല്ലാവർക്കും സ്മാർട്ട് ഹോംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അഭിയാണ്. ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്, നിങ്ങളെ കാണിക്കുന്നത് നമ്മുടെ കോട്ടയം ജില്ലയിൽ പാലാ പൊൻകുന്ന് റോഡിൽ ഹൈവേയോട് ചേർന്ന് തന്നെ വളരെ ലാഭകരമായിട്ടൊരു പ്രോപ്പർട്ടി ഇന്ന് കാണിക്കുന്നു. 22 സെൻറ്റ് സ്ഥലത്തിൽ 3500 സ്ക്വയർ ഫീറ്റ് അടുത്ത് വരുന്ന ഫുള്ളി ഫർണിഷ്ഡായിട്ട് ഫർണിച്ചർ അടക്കം കിട്ടുന്ന നല്ലൊരു വീടാണ്. ഇത് ഈ കാണുന്നൊരു മനോഹരമായ വീടാണ് വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നത്. ഈ ഒരു പ്രോപ്പർട്ടിയുടെ സൗകര്യത്തെക്കുറിച്ചും വില മൂല്യത്തെക്കുറിച്ചും ഒക്കെ പറയുകയാണെങ്കിൽ, നമ്മൾ കുറേയേറെ വീടുകൾ സെയിൽ ചെയ്തിട്ടുള്ളതും ബിസിനസ് ചെയ്തിട്ടുള്ളൊരു ഏരിയയാണ് ഈ പാലാ പൊൻകുന്ന് റൂട്ട് എന്ന് പറഞ്ഞ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്ലോട്ടിന് ഇവിടെ സെൻറ്റിന് ഏകദേശം ഒരു 3 ലക്ഷം അടുത്ത് വില കിട്ടുന്ന ഒരു ഏരിയയിലാണ്, അത്രയും വാല്യുള്ള പ്രോപ്പർട്ടിയിലാണ് ഈ ഒരു വീടിരിക്കുന്നത്. സൗകര്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഹൈവേയിൽ നിന്ന് വെറും 50 മീറ്റർ താഴെ മാത്രം ദൂരത്തിൽ 10-15 അടിയോളം വീതിയുള്ള വഴി സൗകര്യമാണ് ഈ വീട്ടിലേക്ക് ഒരുക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും വറ്റാത്ത കിണർ വെള്ളം കിട്ടും. നമ്മുടെ വീടിൻ്റെ അതിനോട് ചേർന്ന് തന്നെ ചെറിയൊരു അരുവി ഒഴുകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഇനി വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ, വളരെ വൈഡായിട്ട് വരുന്ന ഒരു മുറ്റം സ്പേസ് ഇവിടെ കാണാൻ പറ്റും. 22 സെൻറ്റ് സ്ഥലമാണെങ്കിൽ വീടിൻ്റെ 4 വശത്തും അത്യാവശ്യം നല്ല രീതിയിലുള്ള സ്പേസ് കൊടുത്തുകൊണ്ടാണ് ഈ ഒരു വീട് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ കാർ പോർച്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ചെറുവണ്ടികളാണെങ്കിൽ 2 വണ്ടി ഇടാവുന്ന വലിപ്പമുള്ളൊരു കാർ പോർച്ചും, ഇന്നോവ പോലുള്ള വലിയ വണ്ടിയാണെങ്കിൽ ഒരു വണ്ടി നമുക്ക് ധാരാളമായിട്ട് നല്ല വിശാലമായിട്ട് പാർക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഒരു വീടിൻ്റെ എലിവേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ, കേരള സ്റ്റൈല് വീടുകൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് 100% ഇഷ്ടപ്പെടുന്ന വളരെ ഗംഭീരമായ ഒരു എലിവേഷനോട് കൂടിയുള്ള ഒരു വീടാണ്. ഇനി നമുക്ക് വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ, വളരെ വൈഡായിട്ട് വരുന്ന, ഏകദേശം ഈ വീടിൻ്റെ പൂർണ്ണമായും ഫ്രണ്ടേജ് കിട്ടത്തക്ക രീതിയിലുള്ള വൈഡായിട്ടൊരു സിറ്റ് ഔട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഭിത്തി മുഴുവനായിട്ട് തേക്ക് തടിയിൽ പാനലിംഗ് ചെയ്ത് നല്ല ഡിസൈനായിട്ട് ചെയ്തിരിക്കുകയാണ്. വളരെ ഗ്രാൻഡായിട്ടുള്ള വർക്കാണ്. ഈ ഒരു വർക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് ഈ വീടിൻ്റെ ഒരു ക്വാളിറ്റി മനസ്സിലാവുന്നില്ലേ. ഇതുപോലെ തന്നെയാണ് ഇതിൻ്റെ ഉള്ളിലും വളരെ ഗംഭീരമായിട്ടുള്ള വർക്കുകളാണ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് കാണാനുള്ളത് വീടിൻ്റെ ഉൾഭാഗത്തെ വിശേഷങ്ങളാണ്. നോക്കാം. ഈ ഒരു വീടിൻ്റെ ലിവിംഗ് ഹോളിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. എത്ര ഭംഗിയായിട്ടാണ് ഈ ഒരു വീട് അറേഞ്ച് ചെയ്തെന്നുള്ളത് ഈ ഒരു പ്രെയർ ഏരിയ തന്നെ നോക്കിയാൽ നമുക്കറിയാൻ പറ്റും. വളരെ വിശാലമാണ്. ഗ്രാനൈറ്റിലാണ് ഫ്ലോറിംഗ് ഒക്കെ ചെയ്തിരിക്കുന്നത്. വലിപ്പമുള്ളൊരു കോർണർ സെറ്റ്, 7 സീറ്റ് ഒരു കോർണർ സെറ്റിയാണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. എങ്കിലും ധാരാളം സ്ഥല സൗകര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ കർട്ടൻ കാര്യങ്ങളെല്ലാം തന്നെ എല്ലാം ഗംഭീരമായിട്ട് തന്നെ ചെയ്തിരിക്കുന്നു. നല്ല വുഡൻ വർക്കുകളാണ് ഈ വീടിൻ്റെ ഉൾഭാഗത്തെ വളരെ ഗംഭീരമാക്കുന്നത്. അതുപോലെ നോക്കിയാൽ ഇവിടെ ഒരു ആർച്ച് ഡിസൈൻ, ഒരു പാർട്ടീഷൻ നമുക്ക് കാണാൻ പറ്റും. ഡൈനിങ് ഏരിയ ആയിട്ട് വരുന്ന ഒരു പാർട്ടീഷൻ വരുന്ന ഒരു ഏരിയയാണ് ഇത് കാണുന്നത്. ഈ ഒരു ഭാഗത്ത് നമ്മൾ കാണുന്നത് വളരെ ഭംഗിയുള്ളൊരു വർക്കാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തേക്ക് വന്നാൽ വളരെ വിശാലമായിട്ടുള്ള ഒരു ഡൈനിങ് സ്പേസ് നമുക്കിവിടെ കാണാൻ പറ്റും. ഈ ഒരു ഡൈനിങ് ഏരിയയോട് ചേർന്ന് തന്നെ ഇവിടെ ഒരു നല്ലൊരു ഷെൽഫ് നമുക്ക് കാണാൻ പറ്റും. നമുക്ക് ക്രോക്കറി ഐറ്റംസും അതുപോലെ തന്നെ നമുക്ക് സ്റ്റോറേജ് സ്പേസൊക്കെ ഉപയോഗിക്കാവുന്ന നല്ലൊരു തടിയിൽ തന്നെ തീർത്തിരിക്കുന്ന ഒരു ഷെൽഫ് കാര്യങ്ങളൊക്കെ കാണാം. ഈ ഒരു ഫർണിച്ചറൊക്കെ ശരിക്കും തേക്കും തടി നല്ല ക്വാളിറ്റിയുള്ള പ്രീമിയം ഫർണിച്ചറുമാണ്. ഇതെല്ലാം ഉൾപ്പെടെയാണ് ഈ ഒരു വീട് സെയിലിന് വന്നിരിക്കുന്നത്. നമുക്കിനി കാണാനുള്ളത്, ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു വാഷിംഗ് ഏരിയ കാണാം. നല്ല രീതിയിലുള്ള ഹാങ്ങിങ് ലൈറ്റുകളൊക്കെ ഈ ഒരു വീടിൻ്റെ ഉൾഭാഗത്ത് നല്ല രീതിയിലുള്ള ആംബിയൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഒരു വാഷിംഗ് ഏരിയ തന്നെ കണ്ടറിയാം, വളരെ ഗ്രാൻഡായിട്ട് ചെയ്തിരിക്കുന്ന ഒരു വാഷിംഗ് ഏരിയയാണ്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്താണ് സ്റ്റെയറിൻ്റെ ഒരു സ്ഥാനം വരുന്നത്. സ്റ്റെയറിനോട് ചേർന്ന് തന്നെ ഒരു കോമൺ ബാത്റൂം വളരെ ഹൈലൈറ്റാണ്. ഈ ഒരു ഭാഗത്ത് വളരെ ഒതുക്കത്തിലൊരു കോമൺ ബാത്റൂം നമുക്ക് കാണാൻ പറ്റും. ഫുള്ള് തേക്കും തടിയിൽ ഡിസൈനർ ഗ്ലാസ് ഇട്ട് നല്ല ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്ന ഒരു ഹാൻഡ് റെയിലാണ്. മുകളിലത്തെ നിലയിലേക്ക് നമുക്ക് പോകാം. അതിനു മുമ്പ് നമുക്കിൻ്റെ കിച്ചണും അതുപോലെ തന്നെ ബെഡ്റൂമുകളും ഒന്ന് കണ്ടു നോക്കാം. പുറത്തു നിന്നും അതുപോലെ തന്നെ നമ്മൾ ഹാളിൽ നിന്ന് കണ്ട പോലെ തന്നെ വളരെ ഗ്രാൻഡായിട്ട്, പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്ര ഗ്രാൻഡായിട്ടുള്ള ഒരു കിച്ചണാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. വളരെ വിശാലമാണ്. ഇവിടെയും ഹാങ്ങിങ് ലൈറ്റ്, അതുപോലെ തന്നെ നമുക്ക് കിച്ചണ് അനുബന്ധമായിട്ടുള്ള സ്റ്റൗവ്, അതുപോലെ തന്നെ ചിമ്മിനിയൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. പിന്നെ അഡീഷണൽ ആയിട്ട് വരുന്നത് ഇവിടെ ഒരു വലിയ സ്റ്റോറേജ് സ്പേസ് നമുക്കിവിടെ കാണാൻ പറ്റും. അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് കിച്ചണുമായിട്ട് ബന്ധപ്പെട്ട സാധനങ്ങളൊക്കെ സൂക്ഷിച്ച് വെക്കുന്നതിന് വലിയൊരു സ്റ്റോറേജ് ഏരിയ കൊടുത്തിരിക്കുകയാണ്. ഇനി നമ്മൾ വരുന്നത് ഇതിൻ്റെ രണ്ടാമത്തെ ഒരു കിച്ചണാണ്. ഇവിടെ വർക്ക് ഏരിയ പ്ലസ് ഒരു സെക്കൻഡ് കിച്ചണായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന വളരെ വൈഡായിട്ടുള്ള ഏരിയ. ഇവിടെ അരകല്ലുണ്ട്, അതുപോലെ തന്നെ വിറകടുപ്പുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് വാഷിംഗ് ഏരിയയുടെ സെപ്പറേഷൻ, ഒരു വാഷിംഗ് ഏരിയ ആയിട്ട് ഈ ഒരു ഭാഗം തിരിച്ചു വന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് തുണികളൊക്കെ സൂക്ഷിച്ച് വെക്കാനും അടുക്കി വെക്കാനുള്ള സൗകര്യത്തിന് ഇവിടെ ധാരാളം കബോർഡുകളും ഈ ഒരു വീട്ടിൽ ഒരുക്കിയിട്ടുണ്ട്. ഗ്രാനൈറ്റിലാണ് ഫ്ലോറിംഗ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു 6 അടി പൊക്കത്തോളം വരുന്ന ഒരു 6-6.5 അടി പൊക്കത്തിൽ ഇവിടെ ഫുള്ള് ടൈല് കൊണ്ട് കിച്ചൻ്റെ ഭിത്തി മുഴുവനായിട്ട് കവർ ചെയ്തിരിക്കുകയാണ്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടിരിക്കാനായിട്ട് അത് വളരെ ഉപകരിക്കുന്ന ഒരു കാര്യമാണ്. ഇനി നമുക്ക് കാണാനുള്ളത് ബെഡ്റൂമിൻ്റെ സൗകര്യങ്ങളാണ്. ഈ ഒരു ബെഡ്റൂമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഒരു 14-16 സൈസിൽ വരുന്ന ഒരു ബെഡ്റൂമാണ്. ബെഡ്റൂമിൻ്റെ ഉൾഭാഗത്ത് വൈഡായിട്ടുള്ള കബോർഡ് വർക്കുകൾ നമുക്ക് കാണാൻ പറ്റും. പിന്നെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ബാത്റൂം ഈ ഒരു ബെഡ്റൂമിൽ ഒരുക്കിയിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ബെഡ്റൂം ഒന്ന് നോക്കാം. ഇതൊരു മാസ്റ്റർ ബെഡ്റൂമായിട്ട് കൺസിഡർ ചെയ്യാവുന്ന അത്രയും വലിപ്പമുള്ള ഒരു ബെഡ്റൂമാണ്. ഇതൊരു 16-14 സൈസിൽ വരുന്ന ബെഡ്റൂമാണ്. ഇവിടെയും 3 ലെയറായിട്ട് വൈഡായിട്ടുള്ളൊരു നമുക്ക് ബെഡ്റൂം കബോർഡ് കാണാൻ പറ്റും. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ഡ്രസ്സിങ് ഏരിയ ഉണ്ട്. നല്ല ഗ്രാൻഡായിട്ട് തന്നെ ചെയ്തിരിക്കുന്ന ഒരു ഡ്രസ്സിങ് ഏരിയയും അതിനോട് ചേർന്ന് തന്നെ അറ്റാച്ച്ഡ് ബാത്റൂമും ഇവിടെ കൊടുത്തിട്ടുണ്ട്.
മുകളിലത്തെ നിലയിലെ ഹാളിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. ഇവിടുത്തെ ഒരു സൗകര്യം നോക്കിയോളൂ, വളരെ വിശാലമായിട്ടുള്ളൊരു ഏരിയയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് നോക്കിയാൽ നല്ലൊരു ഷെൽഫ് നമുക്ക് കാണാൻ പറ്റും. വൈഡായിട്ട് നല്ല വലിപ്പത്തിൽ ചെയ്തിരിക്കുന്ന ഒരു ഷെൽഫ് നമുക്ക് കാണാൻ പറ്റും. ഇനി ഈ ഒരു ഭാഗത്താണ് ഒരു ബെഡ്റൂമിൻ്റെ സ്ഥാനം വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ബാൽക്കണിയിലേക്ക് പോകുന്ന ഒരു ഏരിയ വരുന്നത്. വളരെ വലിപ്പമുള്ള ഒരു ആർച്ച് ഡിസൈൻ വരുന്ന ഒരു തടി വർക്കാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഇരുവശങ്ങളിൽ നമുക്ക് ജെല്ല് കാണാം. ജെല്ലിൻ്റെ നടുക്കായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് നമുക്ക് പുറത്തു നിന്നിടുന്നത് കാണാം. ഈ ഒരു ബെഡ്റൂമും 12-14 സൈസിൽ വരുന്ന ഒരു ബെഡ്റൂമാണ്. ഇവിടെ നമുക്കൊരു കബോർഡ് വർക്ക് കാണാൻ പറ്റും. 2 ലെയറുള്ള കബോർഡ് വർക്ക്. അതുപോലെ തന്നെ ഇവിടെ അഡീഷണൽ ആയിട്ടൊരു നമുക്ക് ഡ്രസ്സിംഗ് ഏരിയയും ഡ്രസ്സിങ്ങിനോട് ചേർന്ന് തന്നെ താഴത്തെ നിലയിൽ കണ്ടുപോലെ തന്നെ അറ്റാച്ച്ഡ് ആയിട്ട് ബാത്റൂം ചെയ്തിട്ടുണ്ട്. ഈ ഒരു ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് ഒരു 16 സൈസെങ്കിലും കാണും. അത്രയും വലിയൊരു ബെഡ്റൂമാണ്. ഈ ഒരു ഭാഗത്തായിട്ട് നല്ല വൈഡായിട്ടുള്ളൊരു കബോർഡ് വർക്ക് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഒരു ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട്. കൂടാതെ തന്നെ നമുക്ക് ഈ ഒരു ഡോറ് വരുന്നത്, ഈ ഒരു ഭാഗത്ത് നമുക്ക് ഡോറ് കാണാൻ പറ്റും. ഇതൊരു ടെറസ് ഏരിയയിലേക്ക് തുറക്കുന്ന ഡോറാണ്. അവിടെയൊക്കെ ഷീറ്റിട്ട് കവർ ചെയ്ത് നല്ല ഭംഗിയാക്കിയിരിക്കുകയാണ്. നമുക്ക് തുണി അലക്കുന്നതിനും ഉണങ്ങുന്നതിനൊക്കെ ഒരു സൗകര്യമായിട്ട് ഉപയോഗിക്കാവുന്ന നല്ലൊരു ടെറസ് ഏരിയയാണ് അവിടെ ഉള്ളത്. ഇനി നമുക്ക് ഈ വീടിൻ്റെ ബാൽക്കണി കണ്ടില്ലായിരുന്നു, അതിൽ നോക്കാം. ഇതാണ് വീടിൻ്റെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു ഏരിയ എന്ന് പറയുന്നത്. ഈ വീടിൻ്റെ ബാൽക്കണി തന്നെയാണ്. നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ ഹൈവേ കൂടെ വാഹനങ്ങളൊക്കെ പോകുന്ന നല്ല അടുത്ത് തന്നെ കാണാൻ പറ്റും. അത്രയ്ക്ക് അടുത്താണ് ഹൈവേ ആയിട്ട് ഈ വീടിൻ്റെ ഒരു സ്ഥാനം. അതുകൊണ്ട് തന്നെ ഈ ബാൽക്കണി വളരെ നല്ലൊരു ആംബിയൻസ് തരുന്ന ഒരു ഏരിയ തന്നെയാണ്. ഈ ഒരു വീട് നിങ്ങൾ പൂർണ്ണമായും കണ്ടു കഴിഞ്ഞു തന്നെ വിചാരിക്കുന്നു. വീട് ഇഷ്ടപ്പെട്ടോ എങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു വീടിൻ്റെ വില വിവരങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത്രയും സൗകര്യത്തിലുള്ള ഈ ഒരു വാല്യുള്ള ഈ ഒരു പ്രോപ്പർട്ടിയിൽ ഈ ഒരു വീടിനും ഫുൾ ഫർണിച്ചറടക്കം ചോദിക്കുന്ന വിലയെന്ന് പറയുന്നത് 1,30,00,000 രൂപയാണ്. വിലയിൽ ചെറിയ കുറവൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. പാലാ പൊൻകുന്നം ഹൈവേ റോഡിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ അറിവിൽ ഇത്രയും ലാഭകരമായൊരു പ്രോപ്പർട്ടി വേറെ കൊടുക്കാനുള്ള അത്രയും സൗകര്യവും സോളിഡായിട്ടുള്ള ഒരു വീടുമാണ്. 22 സെൻറ്റ് സ്ഥലം എന്നുള്ളത് തന്നെ വലിയൊരു കാര്യം തന്നെയാണ്. ഈ ഒരു വീടിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന്, നിങ്ങൾക്കിത് വാങ്ങുന്നതിന് സ്വന്തമാക്കുന്നതിനൊക്കെ ദേ കാണുന്ന നമ്പർ ഇപ്പോൾ തന്നെ വിളിച്ചോളൂ. ഉറപ്പിച്ച് പറയാം, ഇതൊരു ലാഭകരമായ ഡീല് തന്നെയാണ്. അതുകൊണ്ട് നിങ്ങളിത് മിസ്സാക്കരുത്. ഇതുപോലെയുള്ള ലാഭകരമായ പ്രോപ്പർട്ടികൾ നിങ്ങൾക്ക് സ്വന്തമാക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഇൻസ്റ്റാഗ്രാം പേജുണ്ട്, ഫേസ്ബുക്ക് പേജുണ്ട്, അതും മറക്കാതെ ഒന്ന് ഫോളോ ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും നല്ല വീടുകൾ അന്വേഷിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ ഈ വീട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും സജസ്റ്റ് ചെയ്യാവുന്നതാണ്, ഷെയർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശമെല്ലാം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. പുതുപുത്തൻ വീടുകളുടെ അതുപോലെ ലാഭകരമായ വീടുകളുടെ പുതിയ വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.